ഗുഡ് മോർണിംഗ്, ഏവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം US-ഇറാൻ യുദ്ധത്തിൻ്റെ കാര്യത്തിലേക്ക് തന്നെ വരാം. മിഡിൽ ഈസ്റ്റ് വാർ തുടർച്ചയായിട്ടുള്ള 6ാമത്തെ ദിവസവും പിന്നിട്ട് കഴിഞ്ഞു. കൂടാതെ ഓയിൽ പ്രൈസുകളിലേക്ക് വന്നാൽ ബ്രണ്ട് ഫ്യൂച്ചേഴ്സ് $85 അരികെയായിട്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. അതായത് ഓയിൽ പ്രൈസുകളിലൊന്നും വലിയ ഇടിവ് ഇതുവരെയും സംഭവിച്ചിട്ടില്ല. ഇപ്പോഴത്തെ സ്ഥിതിഗതികൾ ഒന്ന് വിലയിരുത്തുകയാണെങ്കിൽ ചൊവ്വാഴ്ച ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ ട്രംപ് പറഞ്ഞത് നയതന്ത്ര ചർച്ചകളിൽ പുരോഗതി ഉണ്ടായില്ലെങ്കിൽ അടുത്ത ആഴ്ച മുതൽ ഇറാൻ്റെ വൈദ്യുതി നിലയങ്ങളും പാലങ്ങളും ഉൾപ്പെടെ പ്രധാനപ്പെട്ട അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം അമേരിക്ക തകർക്കുമെന്നാണ്. ഇതിന് മറുപടിയായി ട്രംപിന് ഇറാൻ്റെ ഒരു കടുത്ത മുന്നറിയിപ്പ് കൂടി വരുന്നുണ്ട്. മിഡിൽ ഈസ്റ്റിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ തകർക്കും എന്നാണ് അവർ ഭീഷണി മുഴക്കിയിരിക്കുന്നത്. അടുത്തതായി US വിപണിയിലേക്കാണ്. ഇന്നലെ US വിപണികൾ ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. പ്രത്യേകിച്ച് നാസ്ഡാക്ക് ആണ് കൂടുതൽ നഷ്ടമുണ്ടാക്കിയത്. 1.5% ഇടിയുകയുണ്ടായി. ഡൗ ജോൺസ് 0.20% ഇടിഞ്ഞു. S&P 500 0.51% ഇടിവുമാണ് ഉണ്ടാക്കിയത്. US സാമ്പത്തിക ഡാറ്റയും രണ്ടാം പാദ വരുമാന സീസണിന്റെ ശക്തമായിട്ടുള്ള തുടക്കവും ഉണ്ടായിരുന്നിട്ടും ഇന്നലെ US മാർക്കറ്റുകൾ ഇടിയുകയുണ്ടായി. ഏതായാലും US വിപണിയിൽ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ വലിയ വോളറ്റാലിറ്റിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതായാലും പോർട്ട്ഫോളിയോയിലൊക്കെ വലിയ ചാഞ്ചാട്ടം ഉണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇനി ഇന്നലെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയത് അവിടെ ഹെൽത്ത് കെയർ സ്റ്റോക്കുകളായിരുന്നു. 2% മുകളിൽ ഉയർന്നു. ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിലേക്ക് വന്നാൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 3% ഇടിവിലാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നിരുന്നാലും ഏഷ്യൻ മാർക്കറ്റുകളിൽ ഇന്ത്യൻ മാർക്കറ്റ് ഇന്ന് പോസിറ്റീവിലാണ്. ഇപ്പോൾ ഗിഫ്റ്റ് നിഫ്റ്റി ട്രേഡ് ചെയ്യുന്നത് 24,172 76 പോയിൻറ്റ്സ് ഉയർന്നാണ്. അതായത് ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 20 മുതൽ 25 പോയിൻറ്റ്സിൻ്റെയൊക്കെ ഒരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിങ്ങിനാണ് സാധ്യത കാണുന്നത്. പ്രധാനപ്പെട്ട 2 IT കമ്പനികളുടെ റിസൾട്ട് പുറത്തു വന്നിരുന്നു. അതിലേക്കാണ് ആദ്യം വിപ്രോ എന്ന കമ്പനി അറ്റാദായമായിട്ട് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് 3,352 കോടി രൂപയാണ്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 4.3% ഇടിവാണ് അറ്റാദായത്തിൽ വന്നിരിക്കുന്നത്. അതായത് നെറ്റ് പ്രോഫിറ്റ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റിനും താഴെയായിട്ടാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. വരുമാനത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ 24,479 കോടി രൂപയിലാണ് വരുമാനം റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ക്വാർട്ടർ ടു ക്വാർട്ടർ ബേസ് ചെയ്ത് നോക്കുകയാണെങ്കിൽ 1% വർധനവ് മാത്രമാണ് ഈ റവന്യൂവിൽ രേഖപ്പെടുത്തിയത്. ഡിവിഡൻഡായി കമ്പനി 2 രൂപയാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. ആകെ മൊത്തം വിപ്രോയുടെ റിസൾട്ട് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലാഭം പ്രതീക്ഷിച്ചതിനേക്കാൾ കുറവാണ്. കൂടാതെ മാർജിനിൽ ഒരു സമ്മർദ്ദം കാണാം. കൂടാതെ Q2 ഗൈഡൻസും ദുർബലമാണ് എന്നത് സ്റ്റോക്കിനെ സംബന്ധിച്ച് നെഗറ്റീവാണ്. ഏതായാലും US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനത്തിൽ വിപ്രോയുടെ പ്രകടനം എത്തരത്തിലാണെന്ന് നോക്കാം. ഇന്നലെ വിപ്രോ 0.54% നേട്ടത്തിലാണ് ക്ലോസ് ചെയ്യുന്നത്. കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഇന്നലെ ഇൻഫോസിസ് ആയിരുന്നു. 4% അടുത്ത് ഉയരുകയുണ്ടായി. ഇനി മറ്റൊരു വലിയ IT കമ്പനിയായിട്ടുള്ള ടെക് മഹീന്ദ്രയുടെ റിസൾട്ടും ഇന്നലെയാണ് പുറത്തു വരുന്നത്. IT സേവന കമ്പനിയായ ടെക് മഹീന്ദ്ര 2026-27 സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പകുതിയിൽ 1,465 കോടി രൂപയുടെ അറ്റാദായമാണ് രേഖപ്പെടുത്തിയത്. മുൻപാദത്തിലെ Q4 ഫിനാൻഷ്യൽ ഇയർ 2026 1,354 കോടിയേക്കാൾ 8.2% വർധനവാണ് നെറ്റ് പ്രോഫിറ്റിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. പക്ഷേ നെറ്റ് പ്രോഫിറ്റ് ബ്ലൂംബർഗ് എസ്റ്റിമേറ്റുകളെ മിസ് ചെയ്തതായിട്ടും കാണാൻ കഴിയും. ടെക് മഹീന്ദ്രയുടെ റിസൾട്ട് നോക്കുകയാണെങ്കിൽ ലാഭവും വരുമാനവും കൂടിയിട്ടുണ്ട്. എബിറ്റഡ മാർജിൻ മെച്ചപ്പെട്ടിട്ടുണ്ട്. ശക്തമായിട്ടുള്ള ഡീൽ വിജയങ്ങൾ തുടരുന്നത് കമ്പനിയെ സംബന്ധിച്ച് ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ്. ഇന്നത്തെ പ്രധാനപ്പെട്ട ഇവൻറ്റ്സുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. US നിന്നും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഡാറ്റയും ഹൗസിംഗ് സ്റ്റാർട്ട്സ് ഡാറ്റയും ഇന്ന് പുറത്തു വരുന്നുണ്ട്. യൂറോപ്പിൽ നിന്നും ജൂൺ ഇൻഫ്ലേഷൻ ഡാറ്റ ഇന്നാണ് പുറത്തു വരുന്നത്. ഇന്ത്യയിൽ നിന്നും ഇന്ന് പുറത്തു വരുന്ന പ്രധാനപ്പെട്ട കമ്പനികളുടെ റിസൾട്ടുകൾ നോക്കുകയാണെങ്കിൽ റിലയൻസ് ഇൻഡസ്ട്രീസ്, JSW സ്റ്റീൽ, സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യ, ഫെഡറൽ ബാങ്ക്, ടാറ്റ ടെക്നോളജീസ്, പൂനാവാല ഫിൻകോർപ്പ്, RBL ബാങ്ക്, ഹാവൽസ് ഇന്ത്യ, ഗ്ലോബസ് സ്പിരിറ്റ്സ്, ഒബ്രോയ് റിയാലിറ്റി തുടങ്ങിയ പ്രധാനപ്പെട്ട ധാരാളം കമ്പനികളുടെ റിസൾട്ടുകൾ ഇന്ന് പുറത്തു വരുന്നുണ്ട്. ഇന്നത്തെ മറ്റൊരു പ്രധാനപ്പെട്ട ഇവൻ്റായിട്ട് ഇന്ത്യയിൽ നടക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രെയിൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഫ്ലാഗ് ഓഫ് ചെയ്യും. ഇനി ഗോൾഡ് പ്രൈസിലേക്ക് വന്നു കഴിഞ്ഞാൽ പവന് 1,50,80 എന്ന നിലയിലാണ്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇവിടെ ഷെയർ ചെയ്തു പോയത്. ഇനി ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില സ്റ്റോക്ക് ന്യൂസുകൾ കൂടിയൊന്ന് നമുക്ക് നോക്കാം. ആദ്യം സിയറ്റ് എന്ന കമ്പനിയുടെ റിസൾട്ടിലേക്കാണ്. നെറ്റ് പ്രോഫിറ്റിൽ 96.4% ഇടിവ്, വലിയൊരു ഇടിവാണ് ഇത്തവണ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 112 കോടി രൂപ ലാഭത്തിലായിരുന്ന കമ്പനി ഇത്തവണത്തെ ക്വാർട്ടറിൽ വെറും 4 കോടി രൂപ മാത്രമാണ് പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. റവന്യൂവിൽ 22.4% വർധനവും കമ്പനി രേഖപ്പെടുത്തി. മറ്റൊരു കമ്പനി വി വർക്ക് ഇന്ത്യ മാനേജ്മെൻറ്റ് എന്ന കമ്പനിയാണ്.
ലോസ് കുറഞ്ഞിട്ടുണ്ട്. 4.3 കോടി രൂപയായിട്ടാണ് ലോസ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 14.1 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 27.7% വർധനവും റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. നല്ല റിസൾട്ടായിട്ട് തന്നെ കാണാം. അടുത്തത് 5 പൈസ ക്യാപിറ്റൽ എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 0.2% വർധനവ് വന്നു. 11.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്ത്. റവന്യൂവിൽ 13.7% വർധനവ് വന്നു. മറ്റൊരു കമ്പനി പിരാമൽ ഫിനാൻസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 66.8% വർധനവ് റിപ്പോർട്ട് ചെയ്തപ്പോൾ 461 കോടി രൂപയിലാണ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തത്. റവന്യൂവിൽ 27.6% വർധനവ് 3368.3 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. അടുത്തത് ഹാത്വേ കേബിൾ ആൻഡ് ഡാറ്റാകോം എന്ന കമ്പനിയാണ്. പ്രോഫിറ്റിൽ 20.9% ഇടിവ് വന്നു. 24.6 കോടി രൂപയിലാണ് പ്രോഫിറ്റ് ഉള്ളത്. റവന്യൂവിൽ 6.5% വർധനവും കമ്പനി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അടുത്തത് ബോറോസിൽ റിന്യൂവബിൾസ് എന്ന കമ്പനിയാണ്. പ്രോഫിറ്റായിട്ട് റിപ്പോർട്ട് ചെയ്തത് 86.8 കോടി രൂപയാണ്. കഴിഞ്ഞ വർഷം ഇതേ കാലയളവിൽ 166.6 കോടി രൂപ നഷ്ടത്തിലായിരുന്നു കമ്പനി ഉണ്ടായിരുന്നത്. റവന്യൂവിൽ 17% വർധനവ് റിപ്പോർട്ട് ചെയ്തു. 405.7 കോടി രൂപയിലാണ് റവന്യൂ ഉള്ളത്. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളും ഇന്നത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുമാണ് നമ്മളിവിടെ ഷെയർ ചെയ്തത്. ഈ കാര്യങ്ങളെല്ലാം ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിൻറ്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും അത് റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷണൽ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. എങ്കിൽ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. ഏവർക്കും നന്ദി.